ജേക്കിനോട് ചോദിക്കട്ടെ, നിങ്ങൾ പോയ ചർച്ചയ്ക്ക് പോയ ടീമിൽ LLB സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ലീഗൽ വാലിഡിറ്റി? വേണു, ഇവർക്ക് ചർച്ച നടത്തി ഒത്തുതീർപ്പായ ഈ കടലാസിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒന്ന് ഡയറക്ടർ നാരായണൻ നായർ, മറ്റ് 3 ഡയറക്ടേഴ്സ് നാഗരാജൻ, അങ്ങനെയുള്ളവർ. ഇതിൽ ലക്ഷ്മി നായരുടെ ഒപ്പില്ല. നാളെ രാവിലെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ലക്ഷ്മി നായർ ഹൈക്കോടതിയിൽ പോകുന്നു. എന്നോട് എനിക്ക് ഷോക്കാസ് തന്നിട്ടില്ല, എന്റെ ഭാഗം കേട്ടില്ല, മാനേജ്മെന്റ് ഏകപക്ഷീയ മാറ്റി ഒരു ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. രഞ്ജിത്തെന്ന് പറഞ്ഞ ആളില്ല ആ സമയത്ത്. ഈ പ്രിൻസിപ്പളിന് അവരുടെ ഭാഗം കേൾക്കാനുള്ള അവസരം കൊടുത്തില്ല. നാച്ചുറൽ ജസ്റ്റിസ് ആണത്. അപ്പോ നാച്ചുറൽ ജസ്റ്റിസ് എനിക്ക് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ പുറത്താക്കുകയാണ് എങ്കിലാണ് ഈ പറയുന്ന തരത്തിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ നീക്കുക എന്നത് ഒരു മാനേജർ എടുക്കാവുന്ന തീരുമാനമാണ്. ഞാൻ പറയട്ടെ ജെക്ക്, മാനേജ്മെന്റ് ഞാൻ പറയട്ടെ ജെക്ക്, ഇതിൽ ഭൂരിപക്ഷം ഉണ്ടോ? ഭൂരിപക്ഷം ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഡയറക്ടർ ബോർഡ് 21 പേര്. ഈ ഭരണസമിതി ഗവേണിംഗ് ബോഡിയാണ് ഈ 5 പേരടങ്ങുന്ന ഉപസമിതിയെ വെക്കുന്നത്. വേണു, ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം വീതി, ഇന്നലത്തെ ചർച്ചകളിൽ ABVP അടക്കം പങ്കെടുത്തല്ലോ. ഇതേ ഗവേണിംഗ് കൌൺസിലിന്റെ ഒരു നിമിഷം, ഇതേ ഗവേണിംഗ് കൌൺസിൽ ചുമതലപ്പെടുത്തി 5 അംഗ സമിതി വിളിച്ച ചർച്ചയ്ക്കാണല്ലോ പോയത്. ഇന്നലെ രാത്രി വരെ ഇല്ലാത്ത സാധുത പ്രശ്നം ഇന്നും അല്ല. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു അഗ്രിമെന്റ് ഇല്ല. ഇന്നലെ 21 അംഗ ഭരണസമിതിയുടെ മുൻപാകെയാണോ ABVP പോയതല്ലോ? ഞാൻ വേണോ? അല്ലല്ല, താങ്കൾ ചോദിക്കുന്നതേ 5 പേരുടെ ഒരു സമിതിയാണ് വിളിക്കുന്നത്. നിങ്ങൾ അതിനെ അംഗീകരിച്ചു. ആ സമിതിയെ സമിതി വിളിച്ച ചർച്ചയ്ക്ക് നിങ്ങൾ സന്നിഹിതരായി. അപ്പോഴൊന്നുമില്ലാത്ത ഇത് സാധുവല്ല എന്ന നിലപാട് ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണു. അതായത് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. 5 അംഗ സമിതിയുടെ മുമ്പാകെ ABVP ഉൾപ്പെടെ ഉള്ളവർ വച്ചത് ലക്ഷ്മിയുടെ രാജിയാണ്. പ്രിൻസിപ്പളിന്റെ രാജിയാണ്. അങ്ങ് പറഞ്ഞത് ഇത് ഭൂരിപക്ഷം 5 അംഗങ്ങളല്ലേ ഉള്ളൂ, ലക്ഷ്മിയുണ്ട്. ഇതാണ് അവസരവാദപരമായ സമീപനം. ഈ കടലാസിന്റെ ആധികാരികത ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ ഭൂരിപക്ഷം അംഗങ്ങളൊക്കെ എങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടന ഇന്നലെ ഇതേ സമിതിക്ക് മുൻപാകെ അതവിടെ നിൽക്കട്ടെ. ആ സമിതിയെ നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്നതാണ്. അങ്ങ് ഇപ്പോൾ തള്ളിക്കളയുന്ന സമിതി ഇന്നലെ വരെ അംഗീകരിച്ചതാണ്. ജോലികുമാർ ശ്രീ വേണു, ഇതിനകത്ത്